ഹായ് സുഹൃത്തുക്കളെ, നമ്മളേ ഇന്ന് ബാത്റൂം പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ലേടാ. അപ്പോൾ ബാത്റൂം മുതലേ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ത്രെഡ് അമ്മയിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും 2-3 ത്രെഡ് അമ്മയിൽ ലീക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് നന്നായി ത്രെഡ്സിൽ ചുറ്റി നല്ല ത്രെഡ് അമ്മി മേടിച്ച് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം വരില്ല. അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് വിചാരിച്ചിട്ട് ത്രെഡ് അമ്മയിൽ സാധാ ചുറ്റിന പോലെ ചുറ്റി കഴിഞ്ഞാൽ എങ്ങനെയാലും ത്രെഡ് അമ്മയിൽ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് പ്രഷർ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടി കണക്കെടുത്ത് നമ്മൾ ഒന്നുകൂടി നല്ല ത്രെഡ് അമ്മയ്ക്ക് മേടിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അതുപോലെ തന്നെ ഡൈവേർട്ടറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പിലേക്ക് കൂടി കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കവർ തുറന്ന് നോബൊന്ന് പൊന്തിച്ച് വയ്ക്കുക. അപ്പോൾ അത് നമ്മുടെ സാധാ കൂൾ വാട്ടറിൽ നിന്ന് നേരെ ഹോട്ട് വാട്ടറിലേക്ക് അതിന് കണക്ഷൻ പോയി പ്രഷറായിട്ട് നിൽക്കും. അതുപോലെ ബാക്കിൽ വാൾവോ അല്ലെങ്കിൽ ഡെമ്മി ഉണ്ടെങ്കിൽ എൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ വെച്ചാൽ ഓരോ ബാത്റൂമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാറ് പുറത്തെ വാൾവ് അടച്ചിട്ടിട്ട് അല്ലെങ്കിൽ വാൾവ് അല്ലെങ്കിൽ എൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അടച്ചിട്ടതിന് ശേഷം ഓരോ ബാത്റൂമായിട്ട് ചെക്ക് ചെയ്താണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലീക്കിങ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ CPC പൈപ്പിട്ടുള്ളത് CPVCയുടെ STR 11 ഇട്ടിട്ടുള്ളത് 11. അപ്പോൾ അതായതുകൊണ്ട് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് 10 ബാറിലാണ് നമ്മൾ എപ്പോഴും നിർത്തുന്നത്. 10 ബാറിന് മേലേക്ക് പോകാറില്ല. ഏകദേശം CPVC നമ്മൾ 10 ബാറാണ് കൊടുക്കാറ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഏകദേശം ലീക്കിങ്ങൊക്കെ അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ഓരോ ബാത്റൂം കൊടുക്കണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ കൊടുക്കാറുള്ളൂ. അതിലെല്ലാം നമുക്ക് ലീക്ക് കിടക്കുന്നതന്നെ അറിയാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ ഇടാൻ പറയാറുണ്ട്. നമ്മളിപ്പോൾ കൊടുത്തോടത്തൊക്കെ 3 മണിക്കൂറൊക്കെയാണ് ചെയ്യാറുള്ളൂ. അതിലാണ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ലീക്ക് ഉണ്ടോയെന്നൊക്കെ. ഇതുവരെ അങ്ങനെ വേറെ കംപ്ലൈൻറ്റുകളൊന്നും കണ്ടിട്ടില്ല. 3 മണിക്കൂർ കൊടുത്തതിൻ്റെ ഒരു ദിവസം കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടിട്ടില്ല. നമ്മൾ 3 മണിക്കൂർ ഒക്കെ കൊടുക്കാറുള്ളൂ ഓരോ ബാത്റൂം. അതിൽ തന്നെ നമുക്ക് ഏകദേശം കംപ്ലൈൻറ്റ് കയറാൻ പറ്റും. ഇതുവരെ അങ്ങനെ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുമില്ല. നമ്മൾ ബാത്റൂമുള്ളിൽ ഒട്ടിച്ചൊന്നും പൈപ്പ് പൊട്ടില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാത്റൂം പ്രഷർ ടെസ്റ്റ് ചെയ്യാറ്. അതുപോലെ നമ്മൾ പ്രഷർ പമ്പ് ഇതുപോലെ ലോഡ് ചെയ്ത് 10 ബാറിൽ നിർത്തി ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ മണിക്കൂറും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ 10 ബാറിൽ നിന്ന് നമ്മൾ കുറവുണ്ടോ അതോ ലീക്ക് എവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ഡൈവേർട്ടറിൻ്റെ ജോയിൻറ്റ് ഇതുപോലെ MT ടൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ലീക്ക് സാധാരണ വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുക. ടൈറ്റിങ് കറക്റ്റ് അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കുക. ടോർച്ച് അടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വെളിച്ചത്തിൻ്റെ സഹായത്തോടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിന് ലീക്ക് വരാനുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ലീക്ക് വരാനുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിച്ച് അടുത്ത ബാത്റൂം ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രഷർ പമ്പ് ചെക്ക് ചെയ്തിട്ട് ബാത്റൂം ടൈലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ടൈലോട്ട് ചെയ്യാൻ കൊടുക്കാം. കാരണം ടാങ്കിൽ നിന്ന് നമ്മൾ ലൈൻ ചാർജ് ചെയ്ത് കൊടുക്കാനായിട്ട് എപ്പോഴും ഈ പ്രഷർ പമ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു കാലത്തും ലീക്കോ കാര്യങ്ങളോ വരില്ല. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്.